യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കാൻ ചർച്ചകൾ സജീവമായി തുടരുകയാണ്. സെനയിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലിന് പിന്നാലെ യമനിൽ 3 ഘട്ടങ്ങളിലായി ചർച്ചകൾ നടക്കുകയാണ്. വധശിക്ഷ മരവിപ്പിക്കുന്നതിനാണ് മുൻഗണന. യമൻ പൗരൻ തലാലിന്റെ കുടുംബവും ചർച്ചകളോട് സഹകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ ബൽറാം നെടുങ്ങാടി ചേരും. അതുപോലെ കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് കൂടി ചേരും. കാന്തപുരം മർക്കസിന് മുന്നിലാണ് ഈ സമീർ സി മുഹമ്മദ് ഉള്ളത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഈ പ്രശ്നത്തിൽ കാര്യമായി ഇടപെട്ടു എന്ന് നമുക്ക് മനസ്സിലാകുന്നു. സൂഫി പണ്ഡിതനുമായി ഇടപെട്ടാണ് ഈ ചർച്ചകൾ പുരോഗമിക്കുന്നതെന്നും അറിയുന്നു. കൂടുതൽ വിവരങ്ങൾ കോഴിക്കോട് നിന്ന് ലഭിക്കും. ബൽറാം ആദ്യം ചേരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടു സമീർ സി മുഹമ്മദ് ഓൾസോ. പറയും ബൽറാം, ഈ യഥാർത്ഥത്തിൽ ഇനി 16 എന്ന് പറയുന്ന നാളെയാണ് ഈ വധശിക്ഷ നടപ്പിലാക്കുമെന്നുള്ള അറിയിപ്പ് വന്നത്. നാളെയാണ്. ഇത് നിമിഷപ്രിയ പറഞ്ഞ തീയതിയാണെന്ന് അറിയുമ്പോൾ തന്നെ സ്ഥിതി ഗുരുതരമാണെന്ന് നമ്മൾ അറിയുന്നു. കൂടുതൽ വിവരങ്ങൾ, സർക്കാർ നീക്കങ്ങൾ എന്താണ് ഈ കാര്യത്തിൽ? വെരി ഗുഡ് മോർണിംഗ് SKN. നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ അതിനായുള്ള തീവ്ര ശ്രമങ്ങൾ പല തലങ്ങളിൽ തുടരുകയാണ്. നയതന്ത്ര തലത്തിലും ഒപ്പം തന്നെ അനൗദ്യോഗികമായുമുള്ള ചർച്ചകൾ ഈ വിഷയത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ഏറ്റവും നിർണായകമായത് കഴിഞ്ഞ ദിവസമുണ്ടായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ തന്നെയാണ്. ഇത് വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടുള്ള ശ്രമങ്ങളും ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങളിൽ നിന്നും. കഴിഞ്ഞ ദിവസം കോടതിയിൽ ഈ വിഷയത്തിൽ ഔപചാരികമായ ഇടപെടലുകൾക്ക് പരിമിതിയുണ്ട് എന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. കാരണം നേരിട്ട് നയതന്ത്ര ബന്ധമില്ലാത്ത രാജ്യമാണ് യമൻ. അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കണം എന്ന പ്രോസിക്യൂട്ടർക്ക് കത്തയച്ചിട്ടുണ്ട് എന്ന കാര്യവും സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കാൻ അല്ലെങ്കിൽ നിമിഷപ്രിയയെ രക്ഷിക്കാൻ എല്ലാ തരത്തിലുള്ള സാധ്യമായ ശ്രമങ്ങളും ഉണ്ടാകും എന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇതിൽ കേന്ദ്ര സർക്കാർ തന്നെ അനൗപചാരികമായ ചില ശ്രമങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഷെയ്ഖുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടക്കുന്നതായി കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ തന്നെ അറിയിച്ചിരുന്നു. ഇപ്പോൾ ഈ കൊല്ലപ്പെട്ട യമൻ പൗരൻ തലാൽ അബ്ദു മഹദിയുടെ കുടുംബവുമായി ചർച്ചകൾ എത്തി നിൽക്കുന്നു എന്നാണ്. അവരുമായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും തുടർ ചർച്ചകൾ ഈ വിഷയത്തിൽ ആവശ്യമാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഈ ചർച്ചകളിലെല്ലാം തന്നെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രതിനിധികൾ, അതായത് വിദേശകാര്യ മന്ത്രാലയവുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന 2 യമൻ പൗരന്മാരും ഈ ചർച്ചകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഇത് അനൗപചാരികമായുള്ള ചർച്ചകളാണ് എന്നതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഔപചാരികമായി ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിക്കാൻ കഴിയില്ല എന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നു. എന്തായാലും വലിയ ശുഭപ്രതീക്ഷ തന്നെയാണ് ഈ ഒരു ഘട്ടത്തിലും പ്രതീക്ഷിക്കുന്നത്. ആദ്യഘട്ടത്തിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നാളെ നടപ്പാക്കുമെന്ന് അറിയിച്ച വധശിക്ഷ നീട്ടിവെക്കുക എന്നുള്ളതും തുടർന്ന് ചർച്ചകൾക്ക് കൂടുതൽ സമയം ആ ഒരു ഘട്ടത്തിൽ ലഭിക്കും. ഈ ഒരു സമയത്ത് തലാലിൻ്റെ കുടുംബവുമായി ചർച്ചകൾ തുടരുക എന്ന ഒരു പ്ലാനാണ് നിലവിൽ വിദേശകാര്യ മന്ത്രാലയത്തിന് ഉള്ളത്. അത് അനുകൂലമായ ഒരു പ്രതികരണം തലാലിൻ്റെ കുടുംബത്തിൽ നിന്നും യമൻ അധികൃതരിൽ നിന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയവും ഒപ്പം തന്നെ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലും പങ്കുവയ്ക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു. ഇനി കാന്തപുരം മർക്കസിന് മുന്നിൽ നിന്ന് സമീർ സി മുഹമ്മദ് കൂടി നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. സമീർ, AP അബൂബക്കർ മുസ്ലിയാരെ ഇടപെടൽ ഇതിൽ ഉണ്ടായിട്ടുണ്ട്. സൂഫി പണ്ഡിതനുമായിട്ട് അദ്ദേഹം ചർച്ച നടത്തിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രശസ്ത സൂഫി പണ്ഡിതൻ ഷായിഖ് ഹബീബ് ഉമർ ബിൻ ഹാഫിൽ അദ്ദേഹം കേരളത്തിലൊക്കെ വരാറുണ്ട് എന്നെനിക്കറിയാം. കുറ്റിച്ചിറയൊക്കെ അദ്ദേഹം സന്ദർശിച്ചു പോയതായിട്ടൊക്കെ തന്നെ ചില ആളുകൾ എന്നോട് പറഞ്ഞു. എന്തായാലും ഈ കാന്തപുരം ഇദ്ദേഹവുമായി സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു ചെന്നൈയിലൊരു സജീവമായ ഇടപെടൽ ഉണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. നിമിഷപ്രിയ കേസിൽ വളരെ സുപ്രധാനമായ ഒരു ഇടപെടലാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. യമനിലെ പ്രമുഖ സൂഫി വര്യനായിട്ടുള്ള ഷെയ്ഖ് ഹബീബ് ഉമറുമായി അദ്ദേഹം സംസാരിച്ചു. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് യമൻ ഭരണകൂടവും ഈ വിഷയത്തിൽ ഇടപെടുകയും പിന്നീട് വിശദമായിട്ടുള്ള ചർച്ചയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തത്. ഇന്നലെ 3 ഘട്ടങ്ങളിലായാണ് ചർച്ച. ആ ചർച്ചയിലെല്ലാം തന്നെ വലിയ ഒരു പുരോഗതി ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ ആ ഗോത്രത്തിൽ നിന്നുള്ള അംഗങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് പങ്കാളികളായി. ഒപ്പം യമനിലെ സുപ്രീം കോടതി ജഡ്ജി ഉൾപ്പെടെ ഇതിൻ്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു അനുനയ ശ്രമങ്ങൾ വളരെ നല്ല രീതിയിലാണ് ഇതുവരെയും പുരോഗമിച്ചിട്ടുള്ളത്. കുടുംബത്തിലെ വലിയൊരു ശതമാനം പേരും
നിമിഷപ്രിയക്ക് വധശിക്ഷ ഒഴിവാക്കി കൊടുക്കാം, അവർക്ക് മാപ്പ് നൽകാം എന്നുള്ള ഒരു അനുമാനത്തിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ ചെറിയൊരു ശതമാനം അതിനെ എതിർക്കുന്നുണ്ട്. തങ്ങളുടെ കുടുംബാംഗത്തെ, തങ്ങളുടെ ഗോത്രത്തിൽപ്പെട്ട ഒരാളെ കൊന്ന ഒരു വിഷയമാണ്, അതുകൊണ്ട് മാപ്പ് നൽകേണ്ടതില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നവരുമുണ്ട്. പക്ഷേ അത് ചുരുക്കമാണ്. ആ ചുരുക്കം പേരെ കൂടി അനുനയിപ്പിക്കാൻ കഴിഞ്ഞാൽ ഒരു അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. ഈ വധശിക്ഷയിൽ നിന്ന് ഒഴിവാകാനുള്ള സാധ്യതയുണ്ട്. അത്തരമൊരു സാധ്യതയാണ് തേടുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് ഇന്നും ആരംഭിക്കുക. അല്പസമയത്തിനകം തന്നെ അത്തരം ചർച്ചകൾ ആരംഭിക്കുമെന്നാണ് എമ്മിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ ഇപ്പോൾ അറിയിച്ചതനുസരിച്ച് 24 മണിക്കൂറിനകം അത്തരമൊരു നടപടിയിലേക്ക് യമൻ ഭരണകൂടം പോകാനുള്ള സാധ്യതയാണുള്ളത്. എന്നാൽ ഈ ഒരു ചർച്ചയിൽ വലിയ രീതിയിൽ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ഈ വധശിക്ഷ നീട്ടിവെക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. അതിനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഗണന നൽകുന്നത്. കൂടാതെ വധശിക്ഷ ഒഴിവാക്കുന്നതിന് ഒന്നുകിൽ ദയാധനം സ്വീകരിച്ചുകൊണ്ട് വധശിക്ഷ ഒഴിവാകാം, അല്ലെങ്കിൽ ഈ ധനം സ്വീകരിക്കാതെ തന്നെ അവർക്ക് മാപ്പ് നൽകാൻ കഴിയും. അത്തരമൊരു സാധ്യത കൂടി തേടുന്നുണ്ട്. ഏതായാലും ഇതുവരെയുള്ള ചർച്ചകളെല്ലാം തന്നെ വളരെ ശുഭകരമായ കാര്യങ്ങളിലേക്ക് തന്നെയാണ് നീങ്ങിയിട്ടുള്ളത്. ഇന്ന് ഇത്തരത്തിൽ തന്നെ 3 ഘട്ടങ്ങളായിട്ട് തന്നെയായിരിക്കും ചർച്ചകൾ ഉണ്ടാവുക. ആ ചർച്ചയിലൂടെ ഒരു അനുകൂലമായിട്ടുള്ള സ്ഥിതി ഉണ്ടാകും, അനുകൂലമായിട്ടുള്ള ശുഭകരമായിട്ടുള്ള ഒരു വാർത്ത വരും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. അത്തരം കാര്യങ്ങളാണ് യമനിൽ നിന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ അറിയിച്ചിട്ടുള്ളത്. യമനിലെ പ്രതിനിധികളാണ് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ അപ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിമാരെ കാര്യങ്ങൾ പങ്കുവെക്കുന്നത്. ഇന്നത്തെ ചർച്ചയും ശുഭകരമായി അവസാനിക്കും. ഈ തലാലിൻ്റെ കുടുംബവും അതുപോലെ തന്നെ യമനിലെ ഭരണകൂടവും അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പങ്കുവെക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു. സമീർ മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ട യമനിലെ പ്രശസ്ത സൂഫി പണ്ഡിതൻ ഷൈഖ് ഹബീബ് ഉമർ ബിൻ അഫീലുമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സംസാരിക്കുന്ന വീഡിയോ ആണ്. എന്തായാലും അദ്ദേഹം വളരെ സജീവമായി ഇദ്ദേഹം ഈ സൂഫി പണ്ഡിതൻ ഇടപെട്ടു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 2-3 തലത്തിൽ തന്നെ ചർച്ചകൾ നടക്കുകയാണ്. ഈ ഏറ്റവും അടിയന്തരമായ ആവശ്യം ഇവരുടെ നിമിഷപ്രിയയുടെ നാളെ നടക്കുമെന്ന് പറയുന്ന വധശിക്ഷ നീട്ടിവെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചർച്ചയ്ക്ക് കൂടുതൽ ദിവസങ്ങൾ കിട്ടും. മാത്രമല്ല സമാന്തര ലെവൽ ഇന്ത്യൻ എംബസിയും കാര്യമായി ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ അല്ലാതെ ഈ നിയമസഹായ സമിതിയും ഒക്കെ തന്നെ ഇതിൽ ഇടപെടുന്നുണ്ട്. എല്ലാവരും കൂടി ശ്രമിച്ച നിമിഷപ്രിയയുടെ മോചനം ഉറപ്പുവരുത്തുക എന്നുള്ള സംഘടിതമായ യജ്ഞമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നിങ്ങൾക്കറിയാം ഈ ഒരു വളരെ പരിമിതമായ സാഹചര്യമേ നയതന്ത്രത്തിനുള്ളൂ. അതുകൊണ്ട് തന്നെ ആത്മീയ വഴികളിലൂടെയും മത അധ്യക്ഷന്മാരുടെ വഴികളിലൂടെ ഒക്കെ നടത്തുന്ന ശ്രമങ്ങളും അവിടെ വേരുപിടിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.